മാടായിക്കാവിലെ കടു ശർക്കര വിഗ്രഹ നവീകരണത്തിനായുള്ള ഗംഗാതീർത്ഥവുമായി തിരുവാതിര തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടി ക്ഷേത്രത്തിലെത്തി. ഭക്തിനിർഭരമായ ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നടന്നത്. കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്നതാണ് കടുശർക്കര കൂട്ടിൽ നിർമ്മിച്ച വിഗ്രഹം. ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ സ്ഥായി സ്വഭാവമുള്ളവയാണ്. ഇവ മറ്റൊരിടത്തു നിന്ന് നിർമ്മിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയില്ല. വൃക്ഷത്തിന്റെ വേരുകൾ, പ്രത്യേകം തയ്യാറാക്കിയ ഔഷധക്കൂട്ടുകൾ, സ്വർണം, ഗംഗാതീർത്ഥം, ആറ്റിലെ കറുത്ത കല്ല്, ആറ്റുമണൽ തുടങ്ങി അമൂല്യങ്ങളായ പലതും ചേർത്താണ് വിഗ്രഹം നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ 1000 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വിഗ്രഹമാണ് മാടായിക്കാവിലുള്ളത്. ക്ഷേത്രത്തിലെ ഈ തിരുവിഗ്രഹത്തിന്റെയും സപ്തമാതൃകളുടെ വിഗ്രഹങ്ങളുടെയും നവീകരണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. വിഗ്രഹ പുനരുദ്ധാരണത്തിന് ആവശ്യമായ ഗംഗാതീർത്ഥമാണ് തിരുവാതിര തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടി ക്ഷേത്രത്തിലെത്തിച്ചത്. സാധാരണ വിഗ്രഹങ്ങൾ മൃണ്മയം, അതായത് മണ്ണിൻ്റെ കൂട്ട്, കടുശർക്കര അതിൻ്റെ കീഴിൽ വരും, അല്ലെങ്കിൽ തടി, അല്ലെങ്കിൽ ലോഹം, മെറ്റൽ, ദാരുവിഗ്രഹങ്ങൾ, ഈ മൂന്നായിട്ട് റഫ്ലി തിരിക്കാം. കടുശർക്കര എന്ന് പറഞ്ഞാൽ 64 സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണിത്. കാരണം ഇത് ആദ്യം എല്ലാം മണ്ണ്, 8 തരം മണ്ണുണ്ട്, അത് എടുത്ത് വെയിലത്ത് വെച്ച് പൊടിച്ച് അത് അരച്ച് പിന്നെ അത് കഷായത്തിനകത്തിടും. കഷായത്തിനകത്ത് ഒരു 6 മാസത്തിൽ പരമിടും. എന്നിട്ട് പിന്നെ അത് വെളിയിലെടുത്തിട്ട് ഉണക്കി പൊടിക്കും. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. മറ്റേതാകുമ്പോൾ സാധാരണ ലോഹ വിഗ്രഹങ്ങളാണെങ്കിലും വുഡൻ വിഗ്രഹം, ദാരു വിഗ്രഹങ്ങളാണെങ്കിലും എന്തെങ്കിലും കൊത്തുപണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ശരിയാക്കും. ഇതങ്ങനെ പറ്റില്ല. ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണെന്ന് ക്ഷേത്ര ഭാരവാഹികളും പറയുന്നു. കടുശർക്കര യോഗത്തിലുള്ള വിഗ്രഹത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ന് തമ്പുരാട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ ഗംഗാജലം എത്തിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ ഇപ്പം നടന്നത്. എന്തായാലും ഈ പുനഃപ്രതിഷ്ഠയുടെ കർമ്മത്തിൻ്റെ ആദ്യത്തെ ഒരു ചടങ്ങാണ് ഇന്ന് നടന്നത്. ഇനി അങ്ങോട്ടുള്ള വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ ഭഗവതിയുടെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിനും ജീർണോദ്ധാരണ കമ്മിറ്റിക്കും ഭക്തജനങ്ങൾക്കെല്ലാം കൂടി ചെയ്യാനുള്ളത്. എന്തായാലും അതിന് എല്ലാവരുടെയും സഹായം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ബ്രഹ്മദത്തം തിരുമേനിയുടെ അനുജൻ ചിത്രഭാനുവാണ്, വേഴാപ്പറമ്പ് ചിത്രഭാനു. അതേപോലെ തന്നെ കൈലാസനാണ് ഇതിൻ്റെ ശില്പ പ്രവൃത്തി ചെയ്യുന്നത്. പിന്നെ ഇതിന് ഒക്കെ നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ തന്ത്രി ഈശാനൻ, കാട്ടുമാടൻ ഈശാനൻ നമ്പൂതിരിപ്പാട് അവരുകളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പിന്നെ ദേവസ്വവും ക്ഷേത്ര നവീകരണ സമിതിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഇനിയിപ്പം ഇതിനാവശ്യമായിട്ടുള്ള പിന്നെ കല്ല്, മണ്ണ്, ചുവന്ന കല്ല്, പിന്നെ അതേപോലെ ത്രിവേണി സംഗമത്തിലെ പിന്നെ കല്ലുകൾ, മണ്ണുകൾ, ഇതൊക്കെ ശേഖരിക്കേണ്ടതുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ നമുക്കിനി നടത്തേണ്ടതുണ്ട്. ഈ വിഗ്രഹത്തിൻ്റെ പ്രവൃത്തി എത്രയും വേഗം പൂർത്തീകരിക്കാൻ ഭഗവതിയമ്മോട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. ഗംഗാതീർത്ഥം ഉൾപ്പെടെ വിഗ്രഹ നിർമ്മാണത്തിന് ആവശ്യമായ മറ്റ് വസ്തുക്കളും ക്ഷേത്രം കാവുംപടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കേരളത്തിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് കടുശർക്കര യോഗത്തിൽ നിർമ്മിച്ച പ്രതിഷ്ഠയുള്ളൂ. അതിലൊന്നാണ് മാടായിക്കാവിലുമുള്ളത്. ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ഏറെ ഭക്തിയാദരവോടെയുള്ള ചടങ്ങുകളാണ് ഇതിന് പിന്നിലുള്ളതും. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.